ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ പോണത് ഒരു കുന്നിന്റെ മുകളിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. വളരെ വിഷമിച്ച് അവിടെ വേറെ ആരും തന്നെയില്ല. അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശംഖുചക്രത്തിലേക്ക് പോയപ്പോ എന്ത് പറഞ്ഞ കാര്യം, കൊള്ളാലോടി നീ വന്നതേ നിന്റെ ചേച്ചിനെ പോലെ പുളിങ്കൊമ്പ് പിടിച്ചിട്ട് നീ ഇവിടേക്ക് വന്നതല്ലേടി എന്ന് എന്തു പറഞ്ഞതും അത് കേട്ട് നന്ദിനി അതൊന്നുമല്ല എന്തു, കേസ് തോൽക്കൊന്നായപ്പോ അവൾക്ക് ജയിക്കാൻ വേണ്ടി പുതിയ അടവായിട്ട് അവള് വന്നതാണ് എന്ന് നന്ദിനി പറഞ്ഞതും അത് മാത്രല്ല അർജുന രാജീവല്ല അർജുനാണെന്നുള്ള സത്യം അഞ്ജലി അവിടെ വെച്ച് ഞെട്ടിത്തരിച്ച് അറിഞ്ഞതും അർജുന ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യണതും എല്ലാം തന്നെ ആലോചിച്ച് അവിടെ ഇരുന്ന് തലക്കടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി കേട്ടോ. അങ്ങനെ കരഞ്ഞ് അഞ്ജലി തന്റെ അച്ഛനും അമ്മേനെയും കുറിച്ച് ആലോചിക്കുകയാണ്. അമ്മ പറഞ്ഞ വാക്കുകൾ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്, അല്ലാതെ സ്വന്തം വീട്ടിലല്ല. അഞ്ജലിക്കിനി രാജുവിന്റെ വീട്ടിൽ നിൽക്കാം, രാജുവിന്റെ കൂടെ പോകാം എന്ന് തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അഞ്ജലി അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ട്. ശേഷം അഞ്ജലി വേഗം തന്നെ ഫോൺ എടുത്ത് തന്റെ അമ്മേനെ ഒന്ന് വിളിക്കാട്ടോ. ശ്യാമളനെ വിളിക്കാണ്. ശ്യാമളയാണെങ്കിൽ തയ്ക്കാൻ ഒരുപാട് തുണികൾ അവിടെ ഉണ്ട്. പക്ഷെ ആ തുണികളെല്ലാം കൂട്ടിയിട്ടിട്ട് അഞ്ജലിനെ കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിച്ച് എന്തൊക്കെയോ ആലോചിച്ച് ഏതൊക്കെയോ ലോകത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. ആ സമയത്താണ് അഞ്ജലി ശ്യാമളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നത്. ശ്യാമളുടെ മൊബൈൽ ആ സമയത്ത് അകത്തായിരിക്കും, ശ്യാമൾ ഇരിക്കുന്നത് പുറത്തുമാണ്. ശ്യാമളുടെ മൊബൈൽ കുറെ നേരമായിട്ട് ബെല്ലടിക്കണ കാണുമ്പോഴേക്കും അവിടേക്ക് ഇന്ദിര വരെയാണ്. ഇത് ശ്യാമളുടെ മൊബൈലാണല്ലോ എന്ന് കേട്ട് മൊബൈലിൽ കോൾ ആടെ നോക്കുമ്പോൾ അഞ്ജലി എന്ന് കാണുന്നുണ്ട്. ആ എണ്ണം കിട്ടവാണല്ലോ വിളിക്കണത്, എന്തിനാണോ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇന്ദിര ഫോൺ എടുക്കാണ്. ഹലോ അമ്മേ എന്ന് പറയുമ്പോൾ എടി നിന്റെ കൊമ്മയല്ലടി, ഞാനാ ഇന്ദിര. അമ്മായിയോ? ആരാടി നിന്റെ അമ്മായി? നിന്നെ ഇവിടുന്ന് പടിയിറക്കി പിണ്ടം വെച്ചതല്ലടി, നിനക്ക് നാണില്ലടി ഇങ്ങനെ വിളിക്കാനായിട്ട്. ആർക്ക് അമ്മായി പോലും. അമ്മായി ഞാൻ പറയണത് ഒന്ന് കേക്കമ്മായി, എനിക്ക് അമ്മയടുത്തൊന്ന് സംസാരിക്കണം, അമ്മയടുത്തൊന്ന് ഫോൺ കൊടുക്കാവോ? പറ്റില്ലടി, നിന്റെ അമ്മയടുത്ത് ഫോൺ കൊടുക്കാനായിട്ട് പറ്റില്ല. നീ എന്തേടി ഇപ്പൊ വിളിച്ചത്? നിന്റെ അച്ഛനും അമ്മയും ചത്തോന്ന് അറിയാനായിട്ടോ? എടി നിന്റെ അച്ഛനും അമ്മയും ചാവുവാണെങ്കിലേ ഞാനേ നിന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോളാം, അപ്പൊ ശവം കാണാൻ വേണ്ടി നീ വന്നാ മതി. അയ്യോ അമ്മായി അങ്ങനൊന്നും പറയില്ല അമ്മായി, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവക്ക് സഹിക്കാൻ പറ്റുന്നില്ല പോലും. എടി നിന്റെ അമ്മയുടെ അവസ്ഥ എന്താ നിനക്ക് അറിയോടി? പാവം ശ്യാമള ചത്ത പോലെ ഉമ്മറത്തിരിക്കുകയാണ്. പിന്നെ ശിവരാമേട്ടന്റെ കാര്യം പറയുകയും വേണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ശിവരാമേട്ടൻ ആകെ തകർന്നു പോയതാടി. എന്നാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നുണ്ട്, അപാര തൊലിക്കട്ടി തന്നെ. അമ്മായി പ്ലീസ് അമ്മക്കൊന്ന് ഫോൺ കൊടുക്കൂ, എനിക്ക് അമ്മയടുത്ത് ഒന്ന് സംസാരിക്കണം, എനിക്ക് അവിടെ തിരിച്ചു വരണം. അയ്യടാ കൊള്ളാലോ, ഇവിടേക്ക് തിരിച്ചു വരണോന്നോ? നാണോണ്ടോടി നിനക്ക് ഇങ്ങനെ പറയാട്ട്? അവൾക്ക് ഇവിടെ തിരിച്ചു വരണം പോലും. തിരിച്ചു വരണം? നിന്നെ ഇവിടെ തിരിച്ചു കേറ്റത്തില്ലടി. നീ പോടി, നിന്റെ പണി നോക്ക്. നീ നിൽക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ അടുത്താ. അമ്മായി ഞാൻ പറയണ കേക്ക്, എനിക്ക് അമ്മയടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നിനക്ക് എന്തൊക്കെയാ സംസാരിക്കാനുള്ളതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി. നിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ സ്നേഹിക്കുന്ന ആൾ ആരാന്നൊക്കെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. അവൻ രാജീവല്ല, ആ ശംഖുചക്രത്തിലെ രാഘവനുടെ മകൻ അർജുൻ രാഘവാണെന്നുള്ള സത്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അഞ്ജലി ആകെ ഷോക്ക് ആവാട്ടോ. പിന്നീട് അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല, വിഷമിച്ച് അങ്ങനെ തന്നെ അമ്മായി പറയണത് കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മായി പറയണ്ടേ, നിനക്കൊരു കാര്യം അറിയാവോ? ആ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് നിന്റെ ചേച്ചി അനുപമയുണ്ടല്ലോ, അനുപമയെക്കാളും വെറുപ്പും അറുപ്പുമാണ് നിന്നോട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും. വെച്ചിട്ട് പോടിയോടെന്ന് എന്നിട്ട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് ഇന്ദിരാട്ടോ. അപ്പൊ അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആര്യ വരുന്നുണ്ട്. അമ്മക്ക് നാണില്ലമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കണട്ടെ, ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞല്ലേ അമ്മയുടെ നാവ് പുഴുത്തു പോവുമേ? പുഴുക്കട്ടെടി, എന്റെ നാവ് പുഴുക്കട്ടെ. അതിന് ഞാൻ എന്താടി ഇല്ലാത്തത് പറഞ്ഞത്? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഉള്ള കാര്യം പറഞ്ഞിട്ട് എന്റെ നാവ് പുഴുക്കാണെങ്കിൽ അങ്ങോട്ട് പുഴുക്കട്ടെ. എടി ആ അഞ്ജലി എന്ന് പറഞ്ഞവളെ അവളെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, അവൾക്കിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരണം പോലും. അതിന് വരട്ടെ, അവളുടെ വീടല്ലേ അത്. പിന്നെ അവളുടെ ഒരു വീട്. അനുപമനെ പോലെ ഇവിടുന്ന് പടിയിറക്കി വിട്ടത് അഞ്ജലിനെയും എന്റെ ചേട്ടനും ശ്യാമളയും കൂടി ചേർന്നിട്ട് അവൾ ഇങ്ങനെ കേറി വരാനൊന്നും നിക്കണ്ട എന്ന് പറയണം. അവൾക്ക് കേറി വരണം പോലും. അമ്മേനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മേ. പെടി നീയേ ശിവരാമേട്ടന്റെ കോലം നോക്ക്, ശ്യാമളുടെ കോലം നോക്ക്. അഞ്ജലി ഇവിടെ തിരിച്ചെന്നാലേ എന്റെ ചേട്ടനുണ്ടല്ലോ ശിവരാമേട്ടൻ, നിന്റെ മാമൻ ശിവരാമേട്ടൻ നെഞ്ചുരുക്കി ചത്ത് പോണ നിനക്ക് കാണേണ്ടി വരും. എന്തായാലും നിനക്ക് കാണണോ? ശിവരാമേട്ടൻ ശവം നിനക്ക് കാണണോന്നുണ്ടെങ്കിൽ വിളിച്ചു പറയടി, പോയി പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര അവിടെ നിന്ന് പോകുക. ശേഷം നമ്മുടെ ആര്യയാണെങ്കിൽ അവിടെ ആകെ വിഷമിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട. അഞ്ജലി ആണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്തിനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കേണ്ടത്. അഞ്ജലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഞ്ജലി മനസ്സിൽ വിചാരിക്കേണ്ടത് അഞ്ജലി തോറ്റുപോയി. ജീവിതം എന്ന് പറഞ്ഞ കോടതിയിൽ അഞ്ജലി തോറ്റുപോയി. ഇനി അപ്പീൽ വെക്കാൻ ഒരു ചാൻസും ഇല്ല. കോടതി പോലെയല്ല, ജീവിതത്തിന്റെ കോടതിയിൽ അഞ്ജലി തോറ്റുപോയി, വട്ടപൂജയായി പോയി. അഞ്ജലിക്ക് ഇനി ഒന്നുമില്ല, ആരുമില്ല അഞ്ജലിക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ അർജുൻ വരുന്നിട്ട്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ അർജുൻ വരുവാണ്.
അർജുൻ അഞ്ജലിയുടെ അടുത്തോട്ട് അഞ്ജലി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അഞ്ജലി വേഗം അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കും കേട്ടോ. എന്നിട്ട് അർജുനെ സൂക്ഷിച്ചു നോക്കാണ്. എന്നിട്ട് പറഞ്ഞിട്ട് താൻ എന്തിനാ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അർജുന്റെ കയ്യിലും മുഖത്തും കവിളിലൊക്കെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. കൈ വീശി വീശി അടിക്കാണ്. പിന്നെ കയ്യിലും കാലിലും തലയിലും എല്ലാത്തിലും അഞ്ജലിക്ക് കൈ വേദനിക്കുന്നവരെ അർജുന്റെ പുറത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കൈ വെച്ച് വീശി വീശി അടിക്കാട്ടോ. എന്നിട്ട് പൊട്ടിക്കരയാണ്. എന്തിനാടോ എന്നെ ചതിച്ചത്, എന്തിനാടോ എന്നെ പറഞ്ഞു പറ്റിച്ചത്, അഞ്ജലി മാപ്പ്, എന്നോട് ക്ഷമിക്കണം. നോക്ക്, ഞാൻ ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല, തെറ്റ് പറ്റിപ്പോയി. എന്ത് തെറ്റ്? താനിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? താൻ രാഘവനുടെ മകനല്ല എന്ന് പറയാനായിട്ടോ? താൻ എങ്ങനെ തെറ്റ് തിരുത്തുമായിരുന്നെന്നാ പറയണത്? താന് ചതിയാ ചെയ്തത്, പക്കാ ചതി. അത് പറയുമ്പോഴേക്കും അഞ്ജലി ഒരിക്കലുമല്ല, അഞ്ജലി വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. നോക്കഞ്ജലി, ഞാൻ പറയണത് താനൊന്ന് കേക്ക്. ഞാനിനി എന്താ കേൾക്കേണ്ടത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. താൻ എന്റെ ജീവിതമാണ് തകർത്തത്. എന്റെ മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണോ താൻ തകർത്തത്? നോക്ക്, തന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ ഓരോരോ വാക്കുകളും എന്റെ ചെവിയിലുണ്ട്. ഞാനെന്ന പെണ്ണെന്ന് അറിഞ്ഞ് ശപിച്ചാലുണ്ടല്ലോ, താനും തന്റെ ശംഖുചക്രം എന്ന് പറഞ്ഞ കുടുംബവും നശിന്റെ അയ്യോ അഞ്ജലി, വേണ്ട അഞ്ജലി, ശപിക്കല്ലേ. ഇല്ലടോ, ഞാൻ ശപിക്കില്ല. എനിക്ക് ശപിക്കാൻ പറ്റില്ലടോ. കാരണം എന്താണെന്നറിയാവോ? തന്നെ ഞാൻ സ്നേഹിച്ചു പോയി, മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്ക് ശപിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ തനിക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പൊട്ടിക്കാരനോട് അപ്പുറത്തേക്ക് മാറി നിൽക്കുവാട്ടോ. അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അഞ്ജലി, ഞാൻ പറഞ്ഞല്ലോ, താൻ എന്നോട് ക്ഷമിക്കടോ. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. തന്നോട് പലവട്ടം ഈ സത്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ കരുതിയിടാടോ. പക്ഷെ എനിക്ക് തന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. ഞാൻ രാഘവനുടെ മകനാണെന്ന് പറഞ്ഞാൽ താൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് തെറ്റുകളൊന്നും ചെയ്തിട്ടൊന്നും ഉള്ള ആളൊന്നും അല്ലടോ. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ കാലത്തിനിടയ്ക്ക്. എല്ലാം പത്മക്ക് നന്നായിട്ട് അറിയാം. അത് കേൾക്കുമ്പോഴേക്ക് അഞ്ജലി അർജുന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതേടോ, പത്മയെടുത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവളോട് ചോദിച്ചതാണ് സത്യങ്ങളൊക്കെ എനിക്ക് തന്നോട് പറഞ്ഞുകൂടെയെന്ന്. പക്ഷെ സത്യങ്ങൾ പറഞ്ഞാൽ താൻ എന്നെ ഇട്ടേച്ചും പോകുന്നുള്ള പേടിയായിരുന്നു എൻ്റെ ഉള്ളില്. താൻ എന്നെ ഉപേക്ഷിച്ചു പോകുന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അഞ്ജലി, തനിക്കറിയാവോ, തന്നെ പലവട്ടം ഞാൻ കാണാൻ വരുമ്പോഴും തന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചിരിച്ച് സംസാരിക്കുമെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു പെടപ്പായിരുന്നു, ഒരു പേടിയായിരുന്നു. അതൊന്നും തന്നോട് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലടോ. അപ്പോഴേക്കും അഞ്ജലി അർജുന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി, എനിക്കെല്ലാം മനസ്സിലായി. ഞാനിനി ഒന്നിനുമില്ല, എല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞില്ലേ. ഇത് അഞ്ജലിയുടെ വിധിയാ, എന്റെ തലവിധി. എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് തലയിൽ വിധി ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ആയത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അപ്പുറത്തേക്ക് കുറച്ച് നടന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും അർജുൻ അഞ്ജലിയുടെ പുറകെ പോയിട്ട് പറയേണ്ട, അഞ്ജലി, താൻ എന്നോട് ക്ഷമിക്കടോ. തന്നോട് എനിക്കുള്ള പ്രണയം അത് യഥാർത്ഥ പ്രണയമാടോ? എന്റെ ആത്മാർത്ഥമായിട്ടോ തന്നെ സ്നേഹിക്കുന്നത്. എന്റെ ഈ ജീവിതത്തിൽ ഭാര്യയായിട്ട് താൻ മാത്രമേ ഉള്ളൂടോ. എനിക്ക് തന്നെ വേണം. അഞ്ജലി, ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. തന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ലടോ. എന്റെയാണ് തനിക്ക് എപ്പോഴും, തനിക്ക് കൂട്ടായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാവൂടോ. ഒരിക്കലും ആർക്ക് വേണ്ടും ഞാൻ തന്നെ കൈവിടില്ല, തന്നെ വിട്ട് കളയില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കൈ പിടിച്ച് നമ്മുടെ അർജുൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അഞ്ജലിയുടെ മനസ്സൊന്നും മാറുന്നുണ്ട് കേട്ടോ. അഞ്ജലിക്ക് വല്ലാതെ സന്തോഷവും തോന്നുന്നുണ്ട്. അർജുൻ ആരും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമ്പോൾ അഞ്ജലി കരഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്തായാലും നാളെ അഞ്ജലി ഒരു വരവുണ്ട് അർജുനെയും കൂട്ടിക്കൊണ്ട് ശംഖുചക്രത്തിലേക്ക്. അപ്പൊ നമുക്ക് രാഘവനുടെ അഭിനയം അപ്പോഴാണ് കാണാൻ സാധിക്കുക. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.